ഈ റൗണ്ടിലെ പ്രിപ്പറേഷൻ എന്താ? ഹൗ ഡു യു ടേക്ക് ദ പ്രിപ്പറേഷൻ ഫോർ ഇറ്റ്? ആരെ എന്ത് പാടും എങ്ങനെ ഡിസൈഡ് ചെയ്യുന്നത്? ഈ പാട്ടിൽ സംബന്ധിച്ചിടത്തോളം രണ്ടും ഏകദേശം ഒരുപോലെയായിരുന്നു. നമുക്ക് ഡിവൈഡ് ചെയ്യാൻ വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. സോ യൂഷ്വലി ഇപ്പം അങ്ങനത്തെ പാട്ടല്ലെങ്കിൽ ദേ വിൽ ഹാവ് ടു സോർട്ട് ഇറ്റ് ഔട്ട് അല്ലേ? ഓക്കെ, നമുക്ക് ജഡ്ജസിന് ചോദിക്കാം ഈ ഫസ്റ്റ് ജുഗൽബന്ദി കോമ്പിനെ കുറിച്ച്. ശ്രീയേട്ടാ. ബിനീതയും അമൃതയും നന്നായിട്ട് പാടിയിട്ടുണ്ട്. വെരി ഗുഡ് അറ്റംപ്റ്റ്. അതുപോലെ ബിനീതയുടെ ആദ്യത്തെ തുടക്കം സിന്ദൂരപ്പേ, പക്ഷേ അത് ഒരു പക്ഷേ ആദ്യമായിട്ട് തുടങ്ങിയോണ്ട് ഒരു ജർക്കാണ്, ശ്രുതി പോയായിരുന്നു. അതുപോലെ തന്നെ താളത്തിൽ നിന്നും താളമില്ലായിരുന്നു, വെറും ടാമ്പറിൻ്റെ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അതിനകത്തോട്ട് കയറിയില്ലായിരുന്നു. പിന്നെ ചോലക്കുരുവി എന്ന് പാടിയ സ്ഥലത്ത് ശ്രുതി പോയായിരുന്നു. പക്ഷേ 2-3 സ്ഥലത്ത് ഒരുപാട് പാളിച്ചകളുണ്ടെങ്കിലും യുവർ എക്സ്പ്രഷൻസ് വാസ്, കാരണം അമൃതയെക്കാട്ടിൽ കുറച്ചുകൂടെ ഈ എക്സ്പ്രഷൻസ് ഒരു ഭാവം കുറച്ചുകൂടെ ബിനീതയ്ക്കുണ്ടായിരുന്നു. പിന്നെ അമൃതയുടെ ഇത് പറയുകയാണെങ്കിൽ വെരി പവർഫുൾ വോയിസ് ആണ്, നല്ല ശബ്ദമാണ്. പിന്നെ അനുപല്ലവിയിൽ പല സ്ഥലങ്ങളിലും ശ്രുതി പോയിട്ടുണ്ട്. എന്നാലും ബാക്കി അറ്റകുറ്റങ്ങളൊന്നും പറയാനില്ല, അത്ര വലിയതായിട്ട് പറയാനില്ല. രണ്ടുപേരും നന്നായിട്ട് പാടി. ഓൾ ദി ബെസ്റ്റ്. എനിക്കൊരു മൊത്തത്തിലൊരു സംശയം ഉണ്ടായിരുന്നോ എന്ന് എനിക്കൊരു സംശയം. റൈറ്റ്, ഇത് ശരിയാക്കി നേരെ പാടാൻ പറ്റുമോ എന്ന് സംശയം ഉണ്ട്. മൊത്തത്തിൽ എനിക്ക് തോന്നി ബിനിത പാടിപ്പോൾ. അമൃതയ്ക്ക് സംശയമുണ്ട്, എന്നാലും അത് എങ്ങനെയൊക്കെ മറച്ചു. എനിക്ക് തോന്നിയാണ്. അപ്പോൾ ഈ സിന്ദൂര ഇപ്പോൾ തുടങ്ങുമ്പം തന്നെ ഉണ്ടായിരുന്നൊരു കുഴപ്പം, പിന്നെ അതാളം പിന്നെ അത് കേട്ട് രണ്ടും കൂടെ ഒരുമിച്ച് തുടങ്ങിയാലേ പറ്റത്തുള്ളൂ. അതൊരു തെറ്റല്ല. പിന്നെ കുരുവി വല്ല പക്ഷികളെ ഇഷ്ടമാണോ? ഒന്നിനും ഇഷ്ടമല്ലേ. കുരുവിയും പോയി, പറവയും പോയി അതിൻ്റെ വഴിക്ക്. പിന്നെ എന്നെ തേടി സുഖം വരുമോ, അതാണ് അതിൻ്റെ ഫീൽ. സൊല്ലായോൻ്റെ ഇംപ്രവൈസേഷൻ ആണോ? ബിനിതയുടെ കൈ നിട്ടല്ലേ അത്? ആണോ? പറയൂ. ഞങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ, കൊള്ളായിരുന്നു. പിന്നെ അമൃത ഒരു വലിയ ഷുവർ അല്ലായിരുന്നു മോളെ പല്ലവി പാടുമ്പോൾ. പല്ലവി പിന്നെ എന്നെ നനയ്ക്ക് ആ ഒരു പോർഷനിൽ നോട്ട് എന്തോ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, അത് കേൾക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ കൊള്ളായിരുന്നു ടോട്ടലി അമൃത കേട്ടോ. ரெண்டு பேரும் அம்ரிதாவும் பினீதாவும் ரொம்ப ஃபேண்டாஸ்டிக் இம்ப்ரூவ்மெண்ட், ரியலி ஃபேண்டாஸ்டிக். பினீதா உங்கள் ஓப்பனிங் கொஞ்சம் ஃப்ளாட்டாக இருந்தது, எக்ஸ்ப்ரெஷன் ரொம்ப நல்லா இருந்தது, அண்ட் உங்கள் வாய்ஸ் நல்லா மெல்லோவாக கொஞ்சம் மெச்சூர் ஆகிட்டுருக்கு. we can feel it as it is happening. ரொம்ப நல்லா இருந்தது. அம்ரிதா, your expression was good. நல்ல பவர்ஃபுல் வாய்ஸ். நான் எப்பவுமே சொல்வேன் that the more powerful it is, the more the small mistakes can be heard. Adu shraddhichittu you must try and get that flat out of your I mean, star singer flat is good, but not in the song. Idea star singer la the singer part മൂന്ന് പേരും പറഞ്ഞു. The star part ആണ് എനിക്ക് പറയാനുള്ളത്. About the interaction, your appearance and your stage presence. Well, appearance wise both of you look very beautiful. നല്ല രസമുണ്ടായിരുന്നു. And both of you have beautiful smile. Why didn't you use it? നല്ല സ്മൈലാണ് രണ്ടുപേരുടെയും. അറ്റ്ലീസ്റ്റ് ഒരാൾ ചെയ്യാതിരിക്കുമ്പോൾ മറ്റാൾ പ്രസൻസ് കാണിക്കുക, അയാളുടെ പ്രസൻസ് അവിടെ ഫീൽ ചെയ്യിക്കുക. സിൻസ് ഇൻ എ കോമ്പിനേഷൻ റൗണ്ട് ഓഡിയൻസിന് പെട്ടെന്ന് നിങ്ങൾ ആരാണ് ബെറ്റർ സിംഗർ എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അവർക്ക് ഒരിക്കലും ഒരു ചാൻസ് കൊടുക്കരുത്. ഇൻട്രാക്ഷൻ ഐ ഡോണ്ട് നോ, കുറേ നേരം കണ്ണു പൂട്ടിയിട്ടൊക്കെ പാടേണ്ടി വന്നു. ദാറ്റ്സ് ഓക്കെ. പക്ഷെ എന്നാലും കുറച്ചും കൂടി എനർജറ്റിക് ആയിട്ട് ചെയ്താൽ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നി. എനിവേ, ബട്ട് ഓവറോൾ ഇറ്റ് വാസ് വെരി ഗുഡ്. ജഡ്ജസ് അവരുടെ കമന്റ്സ് പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. അമൃത, ബിനീത, ഞാൻ പറഞ്ഞതുപോലെ 6th സ്റ്റേജിൽ മാർക്കിങ്ങിന് ഒരു സ്ലൈറ്റ് ഡിഫറൻസ് വരുത്തിയിട്ടുണ്ട്. ഇതുവരെ നമ്മുടെ ജഡ്ജസ് ഒരുമിച്ചായിരുന്നു മാർക്സ് ഇടുന്നത്. ഈ ജുഗൽബന്ദി റൗണ്ട് ഒരു സോങ് ബേസ്ഡ് റൗണ്ടാണ്. സോ കൂടുതൽ ഇമ്പോർട്ടൻസ് ഓഫ് കോഴ്സ് പാട്ടിന് വേണ്ടിയാണ്. നമ്മുടെ 3 ജഡ്ജസും ഇൻഡിവിജ്വലി 30 മാർക്കിലാണ് മാർക്സ് ഇടുന്നത്. എന്നിട്ട് അതിൻ്റെ കമ്പൈൻഡ് 90ലാണ് ഈ റൗണ്ടിൽ പാട്ടിന് വേണ്ടിയുള്ള മാർക്സ്. ബാക്കി 10 മാർക്സ് ഈസ് ഫോർ ഇൻറ്ററാക്ഷൻ, അപ്പിയറൻസ്, കോസ്റ്റ്യൂം ആൻഡ് ആ മാർക്സ് നൽകുന്നത് നമ്മുടെ സെലിബ്രിറ്റി ഗസ്റ്റ് ആൻഡ് ടുഡേ ഇറ്റ്സ് രഞ്ജനി. ഓക്കെ, സോ ആദ്യം ആരുടെ മാർക്സ് വേണം? ബിനീതയ്ക്ക് പാട്ടിന് ജഡ്ജസ് ഔട്ട് ഓഫ് 90
നൽകിയിരിക്കുന്നത് 56. 56 മാർക്സ് ആണ്. ബിനീതയ്ക്ക് നമ്മുടെ 3 ജഡ്ജസും മാർക്സ് കൊടുത്തിരിക്കുന്നത്. സെയിം തിങ് അമൃത, ഔട്ട് ഓഫ് 90 58. 58 മാർക്സ് ആണ്. 2 മാർക്സ് മോർ. ആൻഡ് ഇന്ററാക്ഷൻ, ഐ തിങ്ക് രഞ്ജനി നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന മാർക്സ് രണ്ടുപേർക്കും സെയിം മാർക്സ് ആണ്. ഇന്ററാക്ഷൻ ഇത് ഈസി ഗസ് അല്ലേ? 10 യൂഷ്വലി എത്ര മാർക്സ് ആണ് നമ്മുടെ എപ്പോഴും കിട്ടാറ്? പറ എത്ര? +1 6. രണ്ടുപേർക്കും 6 മാർക്സ് ആണ് ഇന്ററാക്ഷൻ വേണ്ടി ജഡ്ജസ് നൽകിയിരിക്കുന്നത്. സോ ജുഗൽബന്ദി റൗണ്ടിൽ അമൃത സുരേഷിന് 64 മാർക്സ് ആൻഡ് ഡോക്ടർ ബിനീതയ്ക്ക് 62 മാർക്സ്.